ഇത് ദേവസ്വം ബോർഡ് ഒരു കൊള്ള സംഘമായിട്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ആളുകളുടെ പൈസ മേടിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മതി. ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകണ്ടേ? ഇനി അടുത്ത പ്രാവശ്യം ഈ കാണിക്കുന്ന കാണുമ്പോൾ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ. 75 രൂപ ടോക്കണാണിത്, എന്നിട്ട് മേടിക്കുന്നത് 100, എന്നിട്ട് ഈ കിടന്ന് തെള്ളും കൊള്ളണം. ഇപ്പൊ ടോക്കൺ തിരിച്ചു കൊടുത്ത ആൾക്കാർ പോവുക ബലിയിടാതെ. ഉത്തരവാദിത്തമില്ലായിരുന്നു ആർക്കും. അടിയും ബഹളവും, കയറുന്നവർ കയറുക, നിൽക്കുന്നവരവിടെ നിൽക്കും. 100 രൂപ വാങ്ങുന്നു. ഒരു നിയന്ത്രണവും യാതൊരു നിയന്ത്രണവും ഇട്ടിട്ട് ഞങ്ങളുടെ മനസ്സിൽ അർപ്പിച്ചിട്ട് പോവുക ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇതുപോലെ 30 വർഷം കൊണ്ട് ഈ ഒരു വർഷമാണ് 2025 ഭയങ്കര മോശം. എത്രയും പെട്ടെന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ചേരുവാൻ അറിയിക്കും. മുന്നോട്ട് പോട്ടെ. ഇവിടെ നമുക്കുണ്ടല്ലോ കയറി പോകുന്നിടത്ത് അവർ കാഴ്ച ചുമ്മാ ആൾക്കാരെ പൈസയും മേടിച്ചിട്ട് ദേവസ്വം ബോർഡ് ഒരു കൊള്ള സംഘമായിട്ട് മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരുന്ന സാധാരണക്കാരായിട്ടുള്ള ബലി കർമ്മം നടത്താൻ പരിചയമുള്ളവർ ഇവിടെ ഷെഡ് കെട്ടി നടത്തുമായിരുന്നു. ഇതെല്ലാം നിരോധിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് മാത്രം കൊള്ള കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം രസീത് എഴുതാൻ മാത്രം കൗണ്ടറുണ്ട്. സാധാരണക്കാരന് ഈ ബലിയിടാൻ വേണ്ടി കർമ്മം പറഞ്ഞു കൊടുക്കാനോ ചെയ്യിക്കാനോ ആളില്ല. ഒന്നാം തരം കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. ഇവിടെ ജനങ്ങൾ വന്നിടന്ന് കഷ്ടപ്പെടുന്ന അത്ര കണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരിക്കലും ശരിയായുള്ള രീതിയല്ല. അവർ ബാക്കിയുള്ള സമയത്തൊക്കെ ചെയ്തോട്ടെ, പക്ഷേ കർക്കിടക വാവ് ബലിക്കെങ്കിലും എല്ലാ കർമ്മികൾക്കും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താൽ ഇത്രയും ജനത്തിരക്ക് ഉണ്ടാകത്തില്ല. ഇത് കൂപ്പൺ എടുത്തിട്ട് എവിടെ പോകണം, എവിടെയാണ് ബലിയിടേണ്ടതെന്ന് അറിയാൻ വയ്യ. പല സ്ഥലങ്ങളിലും പോയി എന്ന് അവർ ജനങ്ങൾ വലയുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടി ഒരിക്കലും നല്ലതല്ല. ഇതിന് ദേവസ്വം ബോർഡ് എന്തെങ്കിലും സംവിധാനം ചെയ്യണം. ദേവസ്വം ബോർഡ് ചെയ്യണമെന്നില്ല, ഇവിടെ കടപ്പുറത്ത് ജനങ്ങൾ വന്നിട്ടോളും, അതിന് കർമ്മികൾ വന്നോളും. അത് പഴയ രീതിയിൽ അങ്ങ് അനുവദിച്ചാൽ മാത്രം മതി. ഇത് ദേവസ്വം ബോർഡിന് പൈസ വാങ്ങാൻ മാത്രമേ ഇവിടെ താല്പര്യം. അതിനുവേണ്ടി ഇഷ്ടം പോലെ കൗണ്ടറുകളും ഉണ്ട്. പക്ഷേ ഈ കൂപ്പൺ മേടിച്ചുകൊണ്ട് എവിടെ ചെല്ലണം, എവിടെ ബലിയിടണമെന്ന് അറിയാൻ വയ്യ. അതുകൊണ്ട് കർമ്മം പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇത് 75 രൂപ രസീത് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇറക്കിയ നിയമമാണ്. 100 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പത്രത്തിൽ വായിച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത് 100 രൂപ ആക്കിയപ്പോഴും പക്ഷേ ജനങ്ങൾക്ക് 100 രൂപ എന്നല്ല 200 ആയാലും ശരി തന്നെ ആൾക്കാർക്ക് കർമ്മം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഈ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരറിയില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ബലിയിടാൻ വേണ്ടി വന്നാൽ വീട്ടിൽ ആരുടെയെങ്കിലും പേര് 2-3 പേരുടെ 4 പേരുടെ പേരിലെ ബലിയിടാമെങ്കിൽ 400 രൂപ അങ്ങ് മേടിക്കും. ഇത് അവരോട് പറഞ്ഞു കൊടുക്കത്തില്ല. ഇത് കർക്കിടക ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഇടുന്നതാണ്. അത് ഒരു രസീത് എഴുതിയാൽ മതി. അതിന് പകരം ഇപ്പം 5 പേരുടെ പേര് നക്ഷത്രം പറഞ്ഞ 5 പേരുടെ പേരിൽ 500 രൂപ അങ്ങ് മേടിക്കും. ഇതാണ് ഒന്നാം തരം കൊള്ള എന്ന് പറയുന്നത്. സാധാരണക്കാർക്ക് അറിയില്ല. അവരെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം അടിച്ചാൽ സ്ത്രീകളും കുട്ടികളും അടിസ്ഥാന സൗകര്യം വല്ലതും ഉണ്ടോ? ബാത്റൂം സൗകര്യവും കാര്യങ്ങളും ഒന്നുമില്ല. ഈ പൈസകളെല്ലാം നമ്മുടെ ഇത് മേടിച്ചിട്ട് ബാത്റൂം സൗകര്യവും കാര്യങ്ങളും ഒന്നുമില്ല. സ്ത്രീകളും കുട്ടികളും വന്ന് പൂജ 100 രൂപ മേടിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മനുഷ്യനും എത്ര നേരം കൊണ്ട് ബുദ്ധിമുട്ടിയാന്നറിയാം ഇവിടെ നിൽക്കുന്നത്. പാവത്തങ്ങൾ വന്നിട്ട് കടന്ന് രാവിലെ തൊട്ടേ കടന്ന് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുക. 4 മണിക്ക് വന്നതുകൊണ്ട് കരിക്കോട് ഇവിടെ തന്നെയാണ്. എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. ആ പാറയുടെ സൈഡിൽ നേരത്തെ അല്ലാതുള്ള ആൾക്കാർ ഇന്ന് ബലിയിടുമായിരുന്നു. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഒറ്റ അടിക്കുമ്പോൾ എല്ലാം ദേവസ്വം ബോർഡ് എടുത്തുകൊണ്ട് ഇത്ര ഈ തിരക്ക് വന്നത്.
75 രൂപ 100 രൂപ. ഈ തിരക്ക് വരാൻ 2-3 വർഷത്തിന് മുമ്പ് ഇല്ല പാറയുടെ അപ്പുറത്തെ സൈഡിൽ അല്ലാതുള്ള തിരുമേനിമാരിരുന്ന് ഇടുമായിരുന്നു. അപ്പോൾ ഇത്രയും തിരക്കില്ലായിരുന്നു. ആൾക്കാർ വന്ന് അവിടെ വന്ന് കുളിച്ചിട്ട് വന്ന് ആ ബലി വിട്ടിട്ട് കുളത്തിൽ വന്ന് കുളിച്ചിട്ട് തിരിച്ചങ്ങ് പോകുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനാണോ? ഇപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് ദേവസ്വം ബോർഡിൻ്റെ ഇതിലോട്ടങ്ങ് എടുത്തിട്ടുകൊണ്ട് ഈ തിരക്ക് ഇത്രയും കൂടെ. അന്നേരം ടോക്കൺ എടുക്കാൻ വേറൊരു ക്യൂ, അത് കഴിഞ്ഞ് ബലി ഇടാൻ വേറൊരു ക്യൂ. നിന്ന് മനുഷ്യൻ്റെ ഊപ്പാട് ഇത്രയും വരുക. ഒന്നുമില്ല. ഈ കിടന്ന് എള്ളുകൊള്ളാനാണ്. അതെല്ലാം കാട്ടിപ്പോകുന്നു, അല്ലാതെ ഇവിടെ പോകാനാ. ആ ടോക്കൺ എന്ത് ചേട്ടാ? എത്ര? 75 രൂപയുടെ ടോക്കണാണിത്. അതായത് നോക്കിയേ, ഈ 75 രൂപയുടെ ടോക്കണാണിത്. എന്നിട്ട് മേടിക്കുന്നത് 100. എന്നിട്ട് ഈ കിടന്ന് തെള്ളും കൊള്ളണം. ഇപ്പം ടോക്കൺ തിരിച്ചു കൊടുത്തിട്ട് ആൾക്കാർ പോവുക ബലിയിടാതെ. ഉത്തരവാദിത്തമില്ലായിരുന്നു ആർക്കും. അടിയും ബഹളവും. കയറുന്നവർ കയറുക, നിൽക്കുന്നവരവിടെ നിൽക്കുക. നമ്മൾ ഫീസ് അടച്ചിട്ട് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇല്ല വെറുതെ. ഇനി അടുത്ത പ്രാവശ്യം വരരുത് ഇവിടെ. അടുത്ത പ്രാവശ്യം വരരുത് ഇവിടെ. പൈസ മേടിക്കുന്നതിന്റെ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല. 100 രൂപ മേടിക്കുന്നത്, 75 രൂപ ഫീ. അതിനെ കൂപ്പണാത്ത് അടിച്ചിട്ട് 100 രൂപ അവർ മേടിക്കുന്നത്. ആ ഒരു ഉത്തരവാദിത്തം പോലും കാണിക്കുന്നില്ല. 75 രൂപയാണ് നമുക്ക് ഫീസായിട്ട് മേടിക്കുന്നത്. 75 രൂപ രസീതി അടിച്ചേക്കുന്നത്. 75 രൂപ രസീത് അടിക്കുന്നത് 100 രൂപ വാങ്ങുന്നുണ്ട്. ഒരു നിയന്ത്രണം, യാതൊരു നിയന്ത്രണവും. ഞങ്ങൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇത്ര മണിക്കൂർ വന്നേ അറിയാം. വെളുപ്പിന് 5 മണിക്ക് വന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ബലി ഇടുന്നത്. ഇത്രയും നേരമായിട്ട് ഒരു രക്ഷയും. ഞങ്ങളുടെ മനസ്സിൽ അർപ്പിച്ചിട്ട് പോവുക ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട്. ഇതുപോലെ 30 വർഷം കൊണ്ട് ഈ ഒരു വർഷമാണ് 2025 ഭയങ്കര മോശം. നമസ്കാരം, എൻ്റെ പേര് ജനറ്റ്. ഞാൻ ഓച്ചിറ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചറാണ്, മുൻ പഞ്ചായത്ത് മെമ്പറൂടാണ്. പക്ഷേ ഇവിടെ നമ്മൾ എല്ലാ വർഷവും വരുന്നതാണ്. തിരുമല വരത്തൊരു ബലിതർപ്പണത്തിന് വരുന്നത്, ഞങ്ങളെ ഫാമിലിയായിട്ട് എല്ലാവരും വരുന്നത്. ഇപ്പോൾ ഈ ഓരോ പ്രാവശ്യവും അവിടെ മാറ്റങ്ങൾ വരുത്തും. സ്ത്രീകൾ കുളിച്ച് ഡ്രസ്സ് മാറുന്നിടമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ പഴയ കാലത്ത് തന്നെ കിടക്കും അവിടെ. ആ ചെളിക്കകത്ത് ഒരു കരിയോയിൽ വരുന്ന ഒരു ടാർപ്പ, അതിനൊരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഡ്രസ്സ് മാറ്റി ഇടാൻ ഒരു അയ പോലും കെട്ടിയിട്ടില്ല. ഒരു 50 രൂപ കൊടുത്ത് ആ ആൾ മൊത്തം കെട്ടാനുള്ള ഈ എന്തോന്ന് കിട്ടും, കയർ പോലെ പ്ലാസ്റ്റിക് കയർ കിട്ടും. ഇതൊന്നും ഇല്ലാതെ മനുഷ്യനെ ഡ്രസ്സ് മാറാൻ തോളയിലിട്ടോണ്ട് വേണം അടുത്തത് ചെയ്യാൻ. ഇവർ ഈ പൈസ 100 രൂപയ്ക്ക് 75 രൂപ രസീത് എഴുന്നടുത്ത് 100 രൂപ വാങ്ങിക്കുന്നത്. അതെന്താന്ന് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ് അതങ്ങനെ, അത്രേ ഉള്ളൂ. രസീതിനകത്ത് 75 രൂപ, പക്ഷേ 100 രൂപ വാങ്ങിക്കുന്നത്. ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. അത് സ്ത്രീകളെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം അതുകൊണ്ട് കുളക്കടവിലൊക്കെ ആളുകൾ ഇതിനകത്ത് സൗകര്യമില്ല. ചെളി കൊണ്ട് ഇപ്പം ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഈ ചെരുപ്പ് തന്നെ ഇതിനകത്തോട്ട് നടക്കണം, കാല് വെച്ച് നടക്കാൻ പറ്റത്തില്ല. ചെരുപ്പ് തന്നെ താഴെ വീണിട്ട് കുട തെറ്റി ഞാൻ അവിടെ നിന്ന് പോലീസുകാരെ വിളിച്ചിട്ട് ആംബുലൻസിനകത്ത് കയറ്റി വിടുന്നത്. അവരോട് പറഞ്ഞ് സ്ട്രെച്ചർ തന്നെ വേണം. അവർ അല്ലാതെ എടുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, സ്ട്രെച്ചർ വേണം. കാരണം ആ സ്ത്രീയുടെ കാലിൻ്റെ കൊടി അങ്ങ് തിരിഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ ഈ ദേവസ്വം ബോർഡ് ഇതൊക്കെ ഒന്ന് കാണണം. സ്ത്രീകൾക്ക് 5 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ബലിതർപ്പണത്തിന് വരുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. അവകാശപ്പെട്ടാൽ മതി. ഈ ആളുകളുടെ പൈസ മേടിച്ച് കാര്യങ്ങൾ നടത്തിയാൽ മതി. ഇത് നല്ല രീതിയിൽ കാര്യങ്ങൾ പോകണ്ടേ. ഇനി അടുത്ത പ്രാവശ്യം ഈ കാണുമ്പോൾ നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ പറയണേ.
അല്ല, ഇത് പറഞ്ഞ കാര്യങ്ങൾ ദേവസ്വം ഭരണസമിതിക്ക് വേണമെങ്കിൽ നേരിട്ട് ഇപ്പൊ തന്നെ പോയി ബോധ്യപ്പെടാവുന്നതാണ്. അത് ഇതിനകത്ത് ഞങ്ങൾ എത്രത്തോളം ആ സ്ത്രീകളുടെ സുരക്ഷിതം ഇത് ബോധ്യപ്പെടുത്താവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ വരുന്നവരാരും നമ്മളൊരു ദൈവനിശ്ചയമായ കാര്യങ്ങൾക്ക് വരുന്നു, നമ്മൾ പരാതിപ്പെടാനോ പരിഭവപ്പെടാനോ അല്ല വരുന്നത്, നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വരുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതുപോലെ ആരും പ്രതികരിച്ചില്ലെങ്കിൽ വീണ്ടും നാളെ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യത്തില്ല. അതിൻ്റെ പേരിൽ മാത്രമേ ഒരു പ്രതികരണം. അല്ല, ഞങ്ങൾക്ക് പിന്നെ വ്യക്തിപരമായിട്ട് നമുക്കിത് എല്ലാത്തോടും യോജിപ്പ് തന്നെ. ഇത്രയും ആൾക്കാർ വരുന്നതാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയുന്നത്. ശരി, എന്നാ ഇതൊന്ന് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ ഒരു തുണി ആശയിൽ ഇടാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക്കിന് അതിന് മാത്രം വിലയൊന്നുമില്ല. അവർക്ക് തീർച്ചയായിട്ടും ആ സ്ത്രീകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒരു കൗണ്ടറിലാക്കിക്കൊണ്ട് പറഞ്ഞു വിടുകയാണെങ്കിൽ ആ ഫ്രണ്ടിൽ ഇത്രയും തിരക്ക് വരത്തില്ല. ഈ കൂപ്പണുമായിട്ട് പോകുന്നവർക്ക് അവിടെ ബലിയർപ്പണം ചെയ്ത് പോവുകയും ചെയ്യും. ഇത് ബലിയർപ്പണം വരുന്നവരും അല്ലാത്തവരും എല്ലാം കൂടെ അവിടെ കിടന്ന് കഴിയും. ഈ ബലിയർപ്പണത്തിന് മാത്രമായിട്ട് വരുന്ന ആൾക്കാരെ മാത്രം കടത്തി വിടുക, ബാക്കിയുള്ളവരെ പുറത്ത് നിർത്തുക. ഇത് കാഴ്ചക്കാരായിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അവരോട് അവിടെ കിടന്ന് തെളിവാണ്. എന്തിനാണ് ഇതിൻ്റെ ആവശ്യം? ബലിയർപ്പണത്തിന് വരുന്നവർക്ക് ഫ്രണ്ടിൽ തന്നെ കൂപ്പൺ അറേഞ്ച് ചെയ്യുക, അവരെ അതിനായിട്ട് വിടുക. അവർക്കൊന്നും ഇത്രയും തിരക്കില്ലാതെയും ഭംഗിയായിട്ട് ഇത് ചെയ്യാൻ കഴിയും. ഒരാൾ ബലിയിടുന്നതിന് 9 പേര് വന്ന് അവിടെ കിടന്ന് വേളം വയ്ക്കുകയും ചുറ്റിത്തിരിയുകയും ചെയ്യുക. ബാക്കിയുള്ളവർക്ക് സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ കർമ്മികൾക്ക് കറക്റ്റായിട്ട് നമുക്ക് പൂജകളോ കാര്യങ്ങളോ പറയുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല, നമുക്കത് കേൾക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളെന്തായാലും വന്ന ഒരു കാര്യം ചെയ്യും, കർമ്മം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ പൂജകളും കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്യണം. ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് വിവേകാനന്ദ സ്വാമി സമിതിയുടെ സേവാഭാരതി ചെയ്യുന്നത്. അപ്പം ഒരു 5 ലക്ഷത്തോളം ആൾക്കാർക്ക് നമ്മളിവിടെ സൗജന്യമായിട്ട് ചുക്ക് കാപ്പി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ വർഷത്തിൽ ആദ്യമായിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാ വർഷവും നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നല്ല തിരക്കുണ്ട്, കർക്കിടകവാവിൻ്റെ നല്ല തിരക്കാണ്. അപ്പോൾ നമുക്കത് ഈ വർഷം തുടങ്ങിയിരിക്കുന്ന സംഭവമാണിത്. അതുകൊണ്ട് ഒരു 5 ലക്ഷം ആൾക്കാർക്കുള്ള നമ്മളിത് കാപ്പി വിതരണം ചെയ്യുന്നുണ്ട്. ചുക്ക് കാപ്പിയായിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ്. ഇതിനി തുടർന്നും എല്ലാ വർഷവും കൊണ്ടുപോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഇതുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ബലിതർപ്പണമായിട്ട് ബന്ധപ്പെട്ട് DYFIയുടെ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ചുക്ക് കാപ്പി വിതരണമാണ്. അത് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾ ഒരു മണിക്ക് തന്നെ ചുക്ക് കാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആളിൻ്റെ ഒരു ചെറിയൊരു ആദ്യഘട്ടത്തിൽ ഒരിതുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 12 മണി വരെയാണ് ഈ ചുക്ക് കാപ്പി വിതരണം നടത്തുന്നത്. ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തുള്ള 2-3 പേർക്കുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാൻസർ പേഷ്യൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കും അല്ലാതെ നമ്മുടെ പ്രായം ചെന്ന കുറച്ച് ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചികിത്സാ സഹായത്തിൻ്റെ ഇത് വെച്ചേക്കുന്നത്. ഞാൻ MJF ലയൺ ഓമനകുമാർ, ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ റീജിയൻ 3യുടെ റീജിയൻ ചെയർമാനാണ്. ഞാൻ ഇന്ന് ലയൺസ് ക്ലബ് ഇൻ്റർനാഷണലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ക്ലബ്ബായ കൊല്ലം MJS ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ സൻസ്ക്രീ ചാരിറ്റബിൾ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ച് ഞങ്ങളിന്ന് തിരുവല്ലവാരത്ത് ബലിതർപ്പണത്തിന് വന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം കൊടുക്കുകയാണ്. ഞങ്ങൾ ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ ലോകത്തിലെ തന്നെ 2ാമത്തെ സർവീസ് സംഘടനയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളെയും സർവീസ് നൽകി ഉദ്ധരിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ പ്രധാനമായിട്ട് 10 ഗ്ലോബൽ പ്രോജക്ട്സുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഹങ്കർ, വിശപ്പിനോട് വിട. ഈ ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ഇന്ന് തിരുവല്ലവാരത്ത് ബലിതർപ്പണത്തിന് വന്ന ഭക്തജനങ്ങൾക്ക് ഞങ്ങൾ അന്നദാനം നൽകുന്നത്. അന്നം സ്നേഹപൂർവ്വം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. അതിന്ന് അന്നം ഭക്തിപൂർവ്വമായി മാറ്റി ഞങ്ങളിന്ന് ഏതാണ്ട് ഇതുവരെ 3000-ഓളം ഭക്തജനങ്ങൾക്ക് ഇവിടെ രാവിലെ അന്നദാനം കൊടുക്കാൻ സാധിച്ചു. ലയൺസ് ക്ലബ് ഇൻ്റർനാഷണൽ എന്നും
സേവനത്തിലെ മുൻപന്തിയിലാണ്. സംസ്കൃതി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ എല്ലാ ദിവസവും ഞങ്ങളിവിടെ രാവിലെ 7:15 മുതൽ 9:30 വരെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് 200 പേരോളം നമ്മുടെ ബലിയിടാനായിട്ട് വരാറുണ്ട് എല്ലാ ദിവസവും. ആ ദിവസങ്ങളിലെല്ലാം ഇവിടെ അന്നദാനം കൊടുക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ബിൽഡിങ് തന്നെ ഒരു പിന്നെ വാടകയ്ക്കാണ്. അവിടെ അതിൽ അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും മറ്റ് വൈദ്യസഹായം അതുപോലെ നിയമസഹായം അങ്ങനെയുള്ള ചാരിറ്റബിൾ ഇതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കമ്പ്യൂട്ടർ സെക്ഷൻ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതായിട്ട് പദ്ധതികൾക്ക് ഏതെല്ലാം രീതിയിലുള്ള സഹായങ്ങൾ വേണമോ അത് നമ്മൾ ഫ്രീ ആയിട്ട് ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുക്കും. അതാണ് ഈ ഫൗണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും രാവിലെ 7:15 മുതൽ 9:30 വരെയുള്ള സമയത്ത് 200 പേർക്ക് കൊടുക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഈ സംസ്കൃതി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ പ്രധാനമായിട്ടുള്ള ഇത്. അതിനകത്ത് എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണം. അതുപോലെ തന്നെ ശ്രാദ്ധം, അതുപോലെ തന്നെ അവരുടെ ഏതെങ്കിലും ഇത് പിന്നെ ജന്മദിനം, ശ്രാദ്ധം ഈ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇവിടെ അന്നദാനം നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. വെറും ഒരു ദിവസത്തേക്ക് 1500 രൂപയാണ് ഇതിനകത്ത് നമ്മൾ എടുക്കുന്നത്. അതൊരു മിനിമം ഒരു സംഭാവന വാങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിതൃതർപ്പണത്തിന് വരുന്ന ആൾക്കാർക്ക് 1 രൂപ ലാഭേച്ഛയില്ലാതെ ഓംകാരം വിഷ്ടത്തുകാവിൽ നിന്ന് നല്ല രീതിയിൽ അവർക്ക് കഞ്ഞിയും അവർക്ക് കറിയും കൊടുക്കുന്ന ഓംകാരത്തിനും പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ സംഭാവന ചെയ്യുന്ന ആൾക്കാർക്കും ഈ വീഡിയോ എടുക്കുന്ന പിക്സൽ മീഡിയയുടെ ആൾക്കാർക്കും എൻ്റെയും ഓംകാരത്തിൻ്റെയും വിഷ്ടത്തുകാവിൻ്റെയും വക നല്ലൊരു നന്ദി രേഖപ്പെടുന്നു ഈ ഒരു അവസരത്തിൽ.